സിയാറത്ത് വേളയിൽ അങ്ങനെ നമ്മൾ സിയാറത്തിന് വേണ്ടി എവിടെ പോയി നിൽക്കുമ്പോ ഖുർആനിൽ നിന്ന് വല്ലതും ഓതൽ പ്രത്യേകമായ വല്ല പുണ്യവുമുണ്ടോ? ചില ആളുകൾ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹയും ഖുൽ ഹുവല്ലയും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസുമൊക്കെ 3 തവണയോതും. ചിലർ കുറച്ചുകൂടി ദൈർഘ്യമുണ്ട്, സമയമുണ്ടെന്ന് തോന്നുന്നവർ അൽ ഫാത്തിഹ വിളിച്ച് പിന്നെ യാസീനും ഇഖ്ലാസും മുഅവ്വിദതൈനും ഒക്കെ ഓതും. ഇതിനെന്തെങ്കിലും പ്രമാണമുണ്ടോ? ഒരിക്കലുമില്ല. മഖ്ബറയിൽ ഖബർ സിയാറത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചല്ലോ, ഞാൻ എന്താ അവിടെ പോയി പറയേണ്ടത്? എങ്കിൽ ആ സമയത്ത് മുസ്തഫ പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരുന്നു, ആയിഷ ഈ പോകുമ്പോ ഫാത്തിഹ ഓതിക്കോ നല്ലതല്ലേ, ഖുൽ ഹുവല്ലാഹു ഓതിക്കോ നല്ലതല്ലേ, യാസീൻ ഓതിക്കോ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഖബർസ്ഥാനികൾ ഖുർആൻ ഓതുന്ന ഇടങ്ങളല്ല, മറിച്ചാണ് കഴിവുകളിലുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബറുകളെ പോലെയാക്കരുത്. കാരണം ഖബർസ്ഥാനുകളിൽ ഖുർആനും നിസ്കാരവും ഉണ്ടാവില്ല. നിങ്ങളുടെ വീടുകൾ അതേപോലെയുള്ള ഖബർസ്ഥാനുകളെ പോലെ ആക്കരുത്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഖുർആൻ ഓതണം. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം